പണ്ട് കേട്ട ഒരു കഥ ഓർമ്മയില്ലേ? ഒരു നീലക്കുറുക്കൻ്റെ കഥ. കാട്ടിൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ കുറുക്കൻ നാട് തിണ്ടാനിറങ്ങി. നാട്ടിലെ ചോരയും മാംസവും ഭക്ഷിക്കാമെന്നുള്ള കൊതിയോടുകൂടി ഇറങ്ങിയാണ് കുറുക്കൻ. അബദ്ധവശത്താൽ നീലം കലക്കി വെച്ചിരുന്ന പാത്രത്തിൽ കുറുക്കൻ വീണു. രൂപം മാറി, ഭാവം മാറി. തിരികെ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ ഭീതി പടർന്നു. രാജാവാണെന്ന് വാഴിച്ച് കുറുക്കൻ്റെ മുമ്പിൽ എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പെട്ടെന്നാണ് ഇടിയും മഴയും വന്നത്. നീലത്തിൽ വീണ കുറുക്കൻ്റെ മേത്തു നിന്നൊക്കെ ആ കളറിളകിപ്പോയപ്പോൾ കാട്ടിലുള്ള ജന്തുക്കൾക്ക് മനസ്സിലായി ഇതാ പഴയ പറ്റിച്ച് നടന്ന കുറുക്കൻ തന്നെയാണ്. കാട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാതെ കുറുക്കൻ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരും കാണാനില്ലല്ലേ? ആ ഒരു കൈ നോക്കാം. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് എന്താ ചെയ്യാം? ഈ പരിപാടി കൊള്ളാലോ. ഇതൊന്നും ആലോചിക്കാം. ആ നോക്കട്ടെ, ഇത് എവിടെ വരെ പോകുന്ന നോക്കിട്ടാവാം. മോനെ ഇടോന്നേ, അടിപൊളി സാധന. ഇത് നോക്ക് നീണ്ട് അയ്യോ. എന്താടോ തണുപ്പോടോ? ഛേ, ആരും വരുന്നില്ല. ഇന്നത്തെ ദിവസം ആകെ പോക്കാം. കുറച്ച് പിള്ളേർ വരുന്നുണ്ട്, ഇവരോട് ചോദിക്കാം. ഇവരെ ഒന്ന് പിടിക്കാൻ പറ്റും. ആ ഇത് മതി. ഓളെ ഇതാ എന്താണോ ഇവിടെ വായോ. ഇതടിച്ചാലുണ്ടല്ല 2-3 ദിവസം ഇതിൻ്റെ മണം നിൽക്കും. ഒന്ന് മണം നോക്കി. നല്ല മണല്ലേ? ഇത് എന്തോരം കഷ്ടപ്പെട്ട് അല്ല എടുത്താന്നറിയോ? ഈ സാധനം വേണമെങ്കിൽ വാങ്ങിച്ചു, നിനക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലും തന്നാൽ മതി. അങ്ങനെ പറയരുത്. വാങ്ങിക്കട്ടെ. പള്ളിക്ക് എന്താ ആയിക്കോട്ടെ, പള്ളിയിൽ പോയാലും നിങ്ങൾ ഇതടിക്കാലോ. വേണ്ട, ഇന്ന് വാങ്ങ്. വാങ്ങിക്ക്. വേണ്ടാത്തോണ്ട. അല്ലെങ്കിൽ അത് വേണ്ട. ഇത് ഉപയോഗിച്ച് നോക്കിയാൽ ഇത് അടിപൊളിയാണ്. ഇതൊക്കെ കണ്ടിട്ട് പഴയതുപോലെ ഉണ്ടല്ലോ. ഇത് പഴയതല്ല, ഇത് ഓൾഡ് സാധനങ്ങളാണ്. പക്ഷെ ഇതിന് ഗുണം കൂടുതലായിരിക്കും. ഓ എന്തൊരു വെയില്! ഞാൻ കണ്ണടച്ചപ്പോൾ ഈ ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇത് എവിടുന്നത്? ആ എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നോക്കിക്കൂടെ? നല്ല സാധനങ്ങളാണ്, വിലപിടിപ്പുള്ളൂ. ഈ സാധനങ്ങൾ വീഡിയോ കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ. കണ്ടില്ലേ? എവിടെയോ നല്ല കണ്ടുവരിച്ച. ആ നമ്മളൊന്ന് പിടിച്ചിട്ടത് ഇതാ തന്നെ. ജീവിക്കാനും സമ്മതിക്കും. ഇതേത് പുതിയ നേതാവ്? എന്തായാലും ജയ് വിളിക്കുന്നേ. നേതാജിക്ക് ജയ്, നേതാജിക്ക് ജയ്, നേതാജിക്ക് ജയ്. നേതാവേ കയറി നിൽക്കുന്ന നേതാവേ, നമുക്ക് വോട്ട് വെച്ചടക്കാം. ചേച്ചി, നമ്മുടെ ചിഹ്നവും വാഴ. അപ്പോൾ മറക്കരുത്, വോട്ട് ചെയ്യാം. നമ്മുടെ പുതിയ സ്ഥാനാർത്ഥിയാണ്ടാ, മറക്കാൻ നമുക്കൊന്ന് വോട്ട് ചെയ്യണം.
ശരി. ചേട്ടാ നമസ്കാരം. നമ്മുടെ ചിഹ്നം വാഴ. അപ്പോൾ വോട്ട് ചെയ്യാം മറക്കരുത്. നമസ്കാരം. നമ്മുടെ ചിഹ്നം വാഴ. അപ്പോൾ വോട്ട് ചെയ്യാം മറക്കരുത്. ഇല്ല, ഒട്ടയിൽ മറക്കാൻ പോകില്ല. പക്ഷെ കണ്ണി കണ്ട ആളുകൾക്കൊന്നും ഞങ്ങൾ ഒട്ട് ചെയ്യാൻ പോകില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാ പറയണ്ടേ? വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ഈസിയാക്കണ്ടേ? കുറെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മറക്കരുത് കേട്ടോ. പിന്നെ സന്തോഷം. ഇനിയും കാണാനുള്ളതാ. പിന്നെ ഓ എന്തൊരു സൗണ്ടാ. ആ പുകയൊക്കെ വരില്ല. ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്കെൻ്റെ ആദരാഞ്ജലികൾ, അല്ല സോറി അഭിവാദ്യങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ തിരഞ്ഞെടുപ്പ് കാലം വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വോട്ട് ശരിയായ വിധത്തിൽ വിനിയോഗിക്കണം. നമ്മുടെ ചിഹ്നം വാഴയാന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ആ ചിഹ്നത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ അടയാളപ്പെടുത്തി നമ്മുടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോ പാർട്ടിയെയും വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ടി അങ്ങനെയല്ല. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ വോട്ടും ശരിയായ വിധത്തിൽ വിനിയോഗിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കാണാം. ഏതായാലും ദിനം വഹിക്ക. എപ്പോഴാ പോകേണ്ടെന്ന് അറിയില്ല. നമുക്ക് തകർക്കാം. അപ്പോൾ നമ്മുടെ ചിഹ്നം വാഴ. വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വോട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ആ എന്തൊരു ചൂടാ. വെയിലത്ത് പണിയെടുക്കണ ജനങ്ങളെ സമ്മതിക്കണം. ഇതിന്റെ പൈസ ഇനി ആരും കൊടുക്കാവോ? അറിയാം. ഒരു ആശ്വാസം കുടിക്കണം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വീടുകളുണ്ട്. ഇവിടെ ആളുണ്ട്. ഹലോ ഹലോ. ഓ ഇവിടെ പൂട്ടിയിട്ടേക്കാം. ഇവിടെ എത്ര വോട്ടുണ്ട്? നമ്മുടെ ഭരണത്തിൻ്റെ പുരോഗതി അല്ലാണ്ട് എന്താ പറയാ. നമസ്കാരം. നമ്മുടെ ചിഹ്നം വാഴ. അല്ല സഖാവേ, മരവാഴ നല്ല പറഞ്ഞത്. അല്ല വാഴ 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 ഉറപ്പിച്ചു. അമ്മജി മറക്കരുത്. വാഴ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാ. ചേച്ചി മോനെ കുട്ടപ്പി. നേതാവ് കൊച്ചു കൊച്ചു ഇംപ്രഷൻ ചെയ്യും. ആ മോനെ കുഞ്ചച്ചൂടാണല്ലോ. ചൂടാണല്ലോ അല്ലേ. കുട്ടപ്പി. ആകെ ചൂടൂര് പൊന്തി. ഡോക്ടറെ കാണിച്ചില്ലേ? ആ ഏയ് നാളെ ഒരു പാലൊക്കെ മേത്ത് കഴിച്ചാൽ പെട്ടെന്ന് മാറും. ഓക്കെ. ഇവിടെ അപ്പടി ചെളി ഇഷ്ടവും പാടത്ത് പണിയെടുക്കുന്ന ഒരു സമയം. മൂത്രം വയ്ക്കാൻ മുട്ടിട്ട് പാടില്ലേ. എനിക്കല്ല ശങ്ക. ഇനി എത്ര വീടുണ്ടാ? ഇനി ഒരു 6-7 വീട് കാണും. ആ കുറച്ചും കൂടി നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് ഊർജിതപ്പെടുത്തണം. അകത്തോട്ട് എന്തെങ്കിലും പോയാലേ ഊർജം വരുള്ളൂ. ഇതേടാ കൂടണ്ട. ആളെ പിടിക്കണം.
എവിടേക്ക് പോണ ദൈവമേ. അയാളെ കാണില്ലടാ. നീ അപ്പളേ തോന്നി കാട്ടുള്ളതാണെന്ന്. ഇനി ഇവന്മാരെ കിട്ടണമെങ്കിൽ 5 വർഷം പിടിക്കും. മാവലാണെങ്കിൽ ഫസ്റ്റിൽ 1 കിലോ വരും. ഇവരൊക്കെ ആണെങ്കിൽ 5 വർഷം കഴിയും. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, അമ്മനോടൊന്നും തോന്നല്ലേ.